അസ്ലം വീണ്ടും ചേരുന്നുണ്ട്. അസ്ലം, ഈ മയക്കുമരുന്നിന്റെ, അതായത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളത് ഉറപ്പായിട്ടും അങ്ങനെയാണെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയുന്ന വിവരങ്ങൾ എന്ന് തോന്നുന്നു. ഇതിനു മുമ്പുള്ള അയാളുടെ സുഹൃത്ത് വലയവും ഇല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ടും ഒന്നും അത്ര നന്നായിരുന്നില്ല എന്നതുകൂടിയല്ലേ വ്യക്തമാകുന്നത്? ഇപ്പോൾ ഈ അക്രമം നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചൊന്ന് സ്വാഭാവികമായിട്ടും പോലീസ് സ്ഥിരപ്പെടുത്തേണ്ടതാണ്. സ്വാഭാവികമായിട്ടും യാസറിനെ പിടികൂടുകയും പരിശോധന നടത്തിയാൽ മാത്രമേ അതിൽ സ്ഥിരീകരിക്കാൻ കഴിയൂ. അതേസമയം സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം ഈ മരണപ്പെട്ട ഷിബില തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരൊക്കെ തന്നെയും അക്കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ താമരശ്ശേരിയിൽ തന്നെ മാതാവിനെ കൊലപ്പെടുത്തിയ ഒരു ആഷിഖ് എന്ന് പറയുന്ന ഒരു ലഹരിക്കടിമപ്പെട്ട ഒരു ആളുണ്ടായിരുന്നു. ഈ ആഷിഖിൻ്റെ സുഹൃത്താണ് ഈ യാസിർ എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യം ഈ ആഷിഖിൻ്റെ സുഹൃത്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ ഷിബില പോലീസിൽ പരാതി നൽകുന്നത്. കാരണം ഇത്തരം ഒരു ആക്രമണത്തിനുള്ള സാധ്യത നേരത്തെ തന്നെ മാത്രമാണ് ആക്രമിച്ചിരുന്നത്. അതേസമയം ഇയാൾ ഇങ്ങനൊരു പശ്ചാത്തലമുള്ള ആളുടെ സുഹൃത്ത് എന്ന നിലയിൽ കൂടി കുറെ കൂടി പേടിച്ചിട്ടാണ് ഒരു പക്ഷേ പോലീസിന് പരാതി നൽകുന്നത്. അതേസമയം ഈ പോലീസ് ഈ പരാതി ഗൗരവത്തിലെടുക്കുകയോ യാസിറിനെ വിളിച്ചു വരുത്തി മറ്റ് നടപടികളിലേക്ക് പോയോ ചെയ്തില്ല എന്നൊരു ആക്ഷേപം കൂടി ശരിക്കും ബന്ധുക്കളും ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണെന്നുള്ള വേർഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അവർ ഈ യാസിറിന് വേണ്ടിയുള്ള തിരച്ചിലാണെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും ഒരു ലഹരിയുടേതായ ഒരു പശ്ചാത്തലമുണ്ട്, അതോടൊപ്പം തന്നെ അക്രമത്തിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഷിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രണയവിവാഹം കഴിച്ച് അവിടെ എത്തുന്നു. അതേസമയം അതിനുശേഷം അവരുടെ ആദ്യത്തെ നാളുകൾക്ക് ശേഷം പിന്നീട് ആക്രമണത്തിനിരയാവുന്നു. ഇയാളുടെ ഈ ഷിബിലയുടെ സ്വർണ്ണാഭരണം മുഴുവൻ അയാൾ വിൽക്കുന്നു. ആ പണം ദൂരത്തിനായി ചെലവഴിക്കുന്നു. വീണ്ടും വായ്പകൾ എടുക്കുന്നു, അതിന് ദൂരത്തിനായി ചെലവഴിക്കുന്നു. ഈ കുഞ്ഞിനും ഇവൾക്കും ചെലവിലും കൊടുക്കുന്നില്ല. അങ്ങനെ അവിടെ ആ വീട്ടിൽ ജീവിതം ദുസ്സഹമായതിനെ തുടർന്നാണ് ഒരു മാസം മുമ്പ് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഉമ്മയുടെയും വാപ്പയുടെയും അടുത്തേക്ക് ഈ ഷിബില വരുന്നത്. അതിനുശേഷം ഈ ആഷിഖിൻ്റെ ഉൾപ്പെടെ പരിചയവും സൗഹൃദവും എല്ലാ പശ്ചാത്തലവും മനസ്സിലാക്കിക്കൊണ്ടാണ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകുന്നത്. ഞാൻ ആ പരാതി വായിക്കുകയായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, രണ്ടാമത്തെ പേജിൽ ലോൺ എടുക്കുന്നു, പണം ഉപയോഗിച്ച് ദൂർത്തടിക്കുന്നു, സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്നു, അത് തനിക്ക് വലിയ, അതായത് അതുകൊണ്ടാണ് ആക്രമണം നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ വലിയൊരു വീഴ്ച കൂടി ഇതിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സ്ത്രീ പരാതി നൽകിയിട്ടും ആ പരാതി കാര്യമായി ഗൗനിച്ചില്ല, ഇല്ലെങ്കിൽ അത് പരിഗണിച്ചില്ല എന്നതുകൂടി വലിയ പ്രശ്നമല്ലേ? തീർച്ചയായും അതാണ് ഇപ്പോൾ ബന്ധു ഒരു അബ്ദുൽ മജീദ് നമ്മോടൊപ്പം സംസാരിച്ചപ്പോൾ പറയുന്ന കാര്യം. അത് ഒരു മാസം മുമ്പ് ഈ പരാതി കൊടുക്കാനുള്ള പശ്ചാത്തലം ഒന്ന് നേരത്തെ തന്നെ ഉണ്ടായ അക്രമങ്ങൾ, മാത്രമല്ല ചെലവിന് പൈസ തരാത്ത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതിനപ്പുറം ഈ ഉമ്മയെ കൊലപ്പെടുത്തിയ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ലഹരിക്കടിമയായ ആഷിഖിൻ്റെ സുഹൃത്ത് കൂടിയാണ് യാസിർ എന്ന ഒരു അറിഞ്ഞോടുകൂടിയാണ് ഈ ഒരു പരാതിയുമായി ഷിബിലെ പോലീസിൽ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചത്. കാരണം ചില ഫോൺ കോളിലൂടെയോ മറ്റുമൊക്കെ ഷിബിലയെ യാസിർ ഭീഷണിപ്പെടുത്തിയിരുന്നു വീട്ടിലേക്ക് തിരിച്ചു